നമസ്കാരം. ഏറ്റവും സന്തോഷത്തോടെ അഭിമുഖം ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ് ഓരോ മാധ്യമപ്രവർത്തകനും മാധ്യമപ്രവർത്തകയും ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയോടായിരിക്കുക. ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതുക്കും മേലെ ഒരു വിജയം നേടിയ ഒരു നിമിഷത്തിലാണെങ്കിൽ എത്രയായിരിക്കും സന്തോഷം. ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. സുരേഷ് ഗോപി, തൃശ്ശൂരിൻ്റെ MP നമുക്കൊപ്പം ചേരുകയാണ്. സുരേഷ് ഏട്ടാ, തൃശ്ശൂരുകാർ മാത്രമല്ല, ലോകത്തെവിടെ മലയാളിയുണ്ടോ അവർ ആഗ്രഹിച്ച ഒരു വിജയമെന്ന് പറയുന്നത് കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിൽ തൃശ്ശൂരായിരുന്നു. ലോകം മുഴുവൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നതിനോട് ചേർത്ത് ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് അവരുടെ അവകാശമായിരുന്നു. തിരിച്ചെന്നോട് പല വഴിയെ എത്താൻ സാധിച്ച ആൾക്കാർ പകർന്നു നൽകിയ ഹൃദയവായ്പകളാണ് എനിക്ക് സത്യത്തിൽ എൻ്റെ ത്രില്ല്. അത് തന്നെയാണ് ഒരുപക്ഷെ എൻ്റെ ഹൃദയം കൊണ്ട് സമ്മതിച്ചിട്ടുള്ളത്, ഹൃദയം കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്, ഹൃദയം കൊണ്ട് സംസാരിച്ചിട്ടുള്ളത്, ഹൃദയം കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത് എല്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ്. അതിൽ ഒരു മാലിന്യങ്ങളുമില്ലാന്ന് ഞാൻ ഇപ്പോഴും നെഞ്ചു പിളർത്തി ചങ്ക് പിളർത്തി കാണിക്കാൻ തയ്യാറാണ്. പിന്നെ എൻ്റെ സ്വഭാവ സവിശേഷത ഒന്നിനു വേണ്ടിയും എനിക്ക് മാറ്റിവെക്കാനൊക്കത്തില്ല. എനിക്ക് സങ്കടം വന്നാൽ ഞാൻ എക്സ്പ്രസ് ചെയ്യും, കരയും, ചിലപ്പം വിങ്ങിക്കരയും. എനിക്ക് കോപമല്ല എനിക്ക് വരുന്നത്. നരേന്ദ്രമോദി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കുപ്രചരണങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തിപരമായി ഒരു പേഴ്സണൽ ലെവലിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അത് സുരേഷ് ഗോപിയാണ്. ഇതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? അതായത് അങ്ങനെ ഉള്ള കൂരമ്പുകൾ, വിഷയമ്പുകൾ എനിക്ക് നേരെ എയ്യേണ്ടത് അവർക്ക് ഒരുപക്ഷെ കാലിനടിയിലെ മണ്ണ് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് ഉയരാൻ അവർക്കത് ചെയ്തേ മതിയാവൂ. ഇറ്റ് ഇസ് ദെയർ പൊളിറ്റിക്കൽ വിഷ്യസ് ഇന്റന്റ്. അങ്ങനെ ഞാൻ അങ്ങനെ ട്രാൻസാക്ട് ചെയ്തു. അപ്പൊ പിന്നെ എനിക്ക് വിഷമമില്ല. അവർക്കിതില്ലാതെ ജീവിക്കാനൊക്കത്തില്ല, ജീവിച്ചോട്ടെ, തീർന്നു. ഞാനത് മൈൻഡ് ചെയ്തില്ല. എൻ്റെ ഭാര്യയും മക്കളും അവർക്ക് ഇന്നും രാഷ്ട്രീയമില്ല. ഒരച്ഛനോട് മക്കൾ അങ്ങനെ ചായ്ഞ്ഞു നിൽക്കണം, ഒരു ഭർത്താവിന് എങ്ങനെ സംരക്ഷിച്ചു നിൽക്കണം. ഭർത്താവിൻ്റെ ഒരു ഹാർട്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭാര്യയ്ക്കാണ് അറിയാവുന്നത്. ഒരു ചെറിയ വിങ്ങൽ വന്നാൽ വരുന്നതിന് മുമ്പ് അവൾ അതറിയും. ആ വിങ്ങൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം അവൾക്കുണ്ടാവും. അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ചേഷ്ടകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ രംഗത്തെ ഏതെങ്കിലും മുഹൂർത്തത്തിൽ അവരെയൊക്കെ കൊണ്ടുവന്നൊന്ന് ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവരുടെ നേരെ അമ്പ് പോകുമ്പോൾ സഹിക്കാൻ പറ്റില്ല. എന്നെ എന്തുവേണേ പറഞ്ഞു, എന്നെ പറഞ്ഞതെല്ലാം സത്യത്തിൽ എനിക്ക് ഈശ്വരാനുഗ്രഹമായി മാറി. കേരളത്തിലെ ജനങ്ങൾ സത്യം മനസ്സിലാക്കി. എനിക്ക് നേരെ ഒരു അമ്പ് വന്ന് എൻ്റെ ദേഹത്ത് തറയ്ക്കുന്നതിന് മുമ്പ് അവരതിൻ്റെ അതിൻ്റെ മുനയൊടിച്ചു എന്ന് പറയുന്നത് എനിക്കിതിൽ പകരം ഈശ്വരാനുഗ്രഹം വേറെ എന്ത് വേണം? 5 വർഷത്തേക്ക് അവരുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചവർക്ക് അതിൻ്റെ എത്ര അംശം നൽകി എന്ന് പറയുന്ന ഓഡിറ്റ് നടക്കുമ്പോൾ നിങ്ങളൊരു പൊയ്ക്കാൽ കുതിരയാവരുത്. ഒരു നല്ല വിജയിയായ രാഷ്ട്രീയ സേവന പ്രവർത്തനത്തിനിറങ്ങുന്നത് അത് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണെങ്കിൽ വേണ്ടത് മെയ്വഴക്കമല്ല, ഹൃദയവഴക്കമാണ്. ജീവനത്തിന് വേണ്ടി ഉള്ള പ്രക്രിയകൾക്ക് ഒരു വലിയ ആപത്ത് സംഭവിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂനത. ഞാൻ എന്താണോ അത് എക്സിബിറ്റ് ചെയ്തു, അത് ജനങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കി. അതല്ല ഇയാൾ എന്ന് പറയാൻ ശ്രമിച്ചവർക്ക് നല്ല ചുട്ട മറുപടി കൊടുത്തതാണ് ഇന്നലത്തെ ആ തിളക്കം. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളാണ്. നരേന്ദ്രമോദി തീർന്നു എന്ന് പറയുന്നവരോടുള്ള മറുപടി എന്താണ്? നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല. എൻ്റെ അടുത്ത് അദ്ദേഹം, ഞാൻ ആദ്യമൊക്കെ ഈ കമന്റും എതിരെ എൻ്റെ സിനിമകളെല്ലാം കുഴപ്പമായപ്പോഴും എൻ്റെ കരിയർ നശിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് അത് തിരിച്ചു പിടിക്കാൻ ഒരു വാറിയറുടെ ഹൃദയം ഉണ്ടാവണം, കൈക്കരുത്തും മനക്കരുത്തും ഉണ്ടാവണം. പക്ഷെ ഇതൊക്കെ കേട്ട് മനസ്സൊടിഞ്ഞു പോകുന്നത് കേൾക്കുകയേ അരുതരുത്, ഒട്ടുമേ അരുത്. ഈ കാതിക്കൂടെ കയറ്റി ഈ കാതിക്കൂടെ വിടണം എന്ന് ഞാൻ സമ്മതിക്കില്ല. ആ തത്വം തെറ്റാണ്. വിജയം സമ്മാനിച്ച ഒരു യഥാർത്ഥ മതഭ്രാന്തില്ലാത്ത മതേതര സംഘം അവരവരുടെ ഹൃദയമാണ് എനിക്ക് തന്നത്. പക്ഷെ ആ ഹൃദയം കൊണ്ടുവരുന്നതിനുള്ള ഒരു മസിലും നെർവും
എല്ലാം എൻ്റെ പ്രവർത്തകരാണ്. 1,07,000 പുതിയ വോട്ടേഴ്സിന് അവിടെയുള്ള വീടുകളിൽ പോയി ഈ ഫെബ്രുവരിയിൽ 18 വയസ്സ് തികയുന്ന ഒരു ബെഞ്ച് മാർക്ക് വെച്ചു. അങ്ങനെയുള്ള കുട്ടികളെ വരെ ചേർത്ത് അവർക്കെല്ലാം വോട്ടേഴ്സ് ഐ ഡിയും വാങ്ങിച്ചു കൊടുത്ത് അത്രയും ചെയ്തു. പക്ഷെ അതിനകത്തുനിന്ന് എനിക്ക് ഏതാണ്ട് ഒരു 60-70 വോട്ടേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. 60,000 70,000. ആ കണക്കൊന്നും അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയ എന്താണ് വലിയ പ്രബുദ്ധന്മാരാണ് ഇരുന്ന് അണികളെയൊക്കെ കുറ്റം പറയുന്നതും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഈ വോട്ട് അവിടുന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെടുത്ത ഒരു തീരുമാനത്തെ മുഴുവൻ ഖണ്ഡിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതാണ് ഈ ചർച്ചകൾ. ഇപ്പോൾ അങ്ങ് ജയിക്കുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു, എനിക്ക് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടതുമാണ് 5 കേന്ദ്രമന്ത്രിമാരെ, 5ആണോ 4ആണോ ഞാൻ ഓർക്കുന്നില്ല, ചൊൽപ്പടിക്ക് നിർത്താൻ വേണമെന്നുള്ളത്. ചൊൽപ്പടിക്ക് നിർത്താനല്ല, പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തരുന്ന ആ നിശ്ചയമുള്ള 5 മന്ത്രിമാരെ എനിക്ക് തന്നാ മതി. ഇപ്പോഴും ഞാൻ പറയുന്നു, 10 വകുപ്പുകളുടെ പിന്തുണ എനിക്ക് തൃശ്ശൂരിനെന്നല്ല കേരളത്തിന് മൊത്തം വേണം. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആൾക്കാരെ എനിക്ക് കിട്ടിയാൽ മതി. ഒരു ഉദ്യമത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയുന്ന ആ ഉദ്ദേശത്തിനൊരു മര്യാദ കൊടുക്കണ്ടേ? എന്നല്ലേ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ഒരു ഭരണകർത്താവ് എങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നുവോ, അതെങ്ങനെ ആ ജീവിതങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നുവോ, ആ മാറ്റം പൂർണ്ണമായി എത്തും. അതിന് വെറും ദുഷിച്ച ചിന്താഗതി കൊണ്ട് മാത്രം അതിന് തടസ്സമിടാം എന്ന് വിചാരിച്ചാൽ അത് തെറ്റല്ലേ? ഞാൻ കേന്ദ്രത്തിന്റെ ഭാഗമാണെങ്കിലും ഞാൻ മലയാളികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് എന്ത് എന്ന് പറയുന്നതിന്റെ ഒരു വടംവലിക്കാരനായിരിക്കും. പലപ്പോഴും കളിയാക്കാറുള്ളത് കേരളത്തിൽ നിന്ന് ആരെങ്കിലും മന്ത്രിയായാൽ കേന്ദ്ര വാഴ എന്നാണ് പറയാറുള്ളത്. അങ്ങനെ ആ പേര് കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഞാൻ കേരളത്തിന്റെ വടമായിരിക്കും. ആലപ്പുഴയിലെ കനൽ ഇപ്പോൾ ആലത്തൂരിലാണ് കത്തുന്നത്. അപ്പോൾ അങ്ങിലാണ് ഏക പ്രതീക്ഷ പിണറായി വിജയന്. ഞാൻ ആഗ്രഹിക്കുന്നത് 10 മന്ത്രിമാര് അല്ലെങ്കിൽ 10 വകുപ്പുകൾ ചെയ്യുന്ന മന്ത്രിമാര്, അവർ 2, 3, 5 അല്ലെങ്കിൽ ഇനി 10 പേരായാലും ശരി തന്നെ, അവരെ ഒന്ന് എന്റെ ഇംഗിതത്തിൽ, അത് ജനങ്ങളുടെ ഇംഗിതമായി ഞാൻ ഏറ്റെടുത്ത് ചെല്ലുമ്പോൾ പൂർണ്ണമായി സാധിച്ചു തരണം. എനിക്കത് മതി. കരുവന്നൂരിനല്ല സത്യത്തിൽ കേരളത്തിലെ ആ ഒരു ദുർഘടം പിടിച്ച്, കാരണം അതിനകത്ത് ബാധിക്കപ്പെടുന്നവരാരെങ്കിലും മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ ആണോ? ഇത് പലയിടത്തും പറഞ്ഞാണ്. അംബാനിയോ അദാനിയോ ആണോ? തുടരാൻ പാടില്ലത്. ആ പാവങ്ങളുടെ പണത്തിന് ഒരാളും മുതലാളിയാവരുത്, ഒരാളും തിന്നരുത്. നമുക്ക് വേണം.